ആഹരിക്കൽ എന്ന പ്രപഞ്ചനിശ്ചയം. ഭാഗം 4. സസ്യഭക്ഷണത്തിൻ്റെ ഗുണവൈശിഷ്ട്യങ്ങൾ എടുത്തു പറയുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നാൽ തന്നെ മിക്കവരും താഴ്ന്നതരം പ്രവർത്തനങ്ങളും വാസനകളുമാകുന്ന മൃഗങ്ങളുടെ പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിൽ വിമുഖതയില്ലാത്തവരാണ്. പാൽ എന്നതും ഒരു ജന്തുശരീരത്തിൻ്റെ തന്നെ ഭാഗമായല്ലാതെ വരുന്നില്ല. ജന്തുശരീരം എന്നത് ജീവവിശേഷത്തിനൊത്ത കർമ്മത്തിൻ്റെ ദൃശ്യരൂപം എന്ന ആകത്തുകയുമാകുന്നു. മൃഗശരീരം ഉൽപ്പാദിപ്പിക്കുന്ന പാലാകട്ടെ മനുഷ്യന് ഗുണകരമാവുന്ന പോഷകങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. ഇത് ഒരു ജീവവികസനത്തിനായി അതിൻ്റെ കുഞ്ഞിന് പകർന്നു നൽകുന്ന സ്നേഹവാത്സല്യങ്ങളുടെ ബഹിർസ്ഫുരണമായ ദൃശ്യാവസ്ഥയുമാണ്. സസ്തനികൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ ഗുണവൈശിഷ്ട്യത്തെ ഈ വിധത്തിലാണ് കാണാനാവുക. പശുവിനെപ്പോലെ സാത്വിക സ്വഭാവമുള്ള ജന്തുവിൻ്റെ പാലിൽ സ്വാഭാവികമായും ജീവന്റെ പ്രവർത്തന തത്വം അനുസരിച്ച് സാത്വികമല്ലാത്ത അംശങ്ങളുടെ കുടിയിരിപ്പ് വളരെ കുറവായിട്ടേ കാണാനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മാംസം എന്ന പോലുള്ള പരിഗണന ജന്തുശരീരം തന്നെയായ പാലിനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്തതായി വരുന്നു. ഇക്കാരണത്താൽ സാഹചര്യത്തിന് തുല്യമായും അതിനോടൊപ്പവും സാത്വികന്മാരായ സസ്യഭോക്കുകൾ കാലങ്ങളായി പാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് കരുതാനുമാവുന്നു. മാംസത്തെയും പാലിനെയും താരതമ്യത്തിലൂടെ മറ്റൊരു അവസ്ഥയിലും കാണാവുന്നതാണ്. പാൽ ജീവശേഷിയായി പ്രവർത്തിച്ചു നിൽക്കുന്ന ജന്തുശരീരത്തിൻ്റെ സ്വമേധയാ ഉള്ള സ്രവവും ആ ജീവൻ തന്നെ വിഭജിതമായി കുഞ്ഞ് എന്ന നിലയിൽ വികസിതമാവുന്നത് നിമിത്തമുള്ള സ്നേഹവാത്സല്യങ്ങളുടേതായ സന്തോഷവും പ്രദാനം ചെയ്യുമ്പോൾ മാംസം എന്നത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വിധമുള്ള ജീവന്റെ പ്രവർത്തനത്തിൻ്റെ ഒന്നിപ്പും സകല മൃഗീയ വാസനകളും നിറഞ്ഞു നിൽക്കുന്ന രൂപദൃശ്യതയും ആയിരിക്കുകയും ചെയ്യുന്നു. ജീവന്റെ സ്വഭാവവിശേഷങ്ങളെ മൊത്തമായി വെളിവാക്കുന്ന രൂപദൃശ്യതയിൽ നിന്ന് സ്നേഹവാത്സല്യ നിബദ്ധമായ പ്രവൃത്തി കൊണ്ട് ബഹിർഗമിക്കപ്പെടുന്ന പാൽ ആകട്ടെ ജൈവാവശിഷ്ടങ്ങൾ അലിഞ്ഞുകിടക്കുന്ന മണ്ണിന്റെ ഗുണത്തെ ജീവൻ പരിവർത്തിതമാക്കി സാധ്യമാക്കുന്ന സസ്യഫലം എന്ന പോലുള്ള അനുഭവമാണ് ഭക്ഷിക്കുന്ന ജീവനിലേക്ക് പകർന്നു നൽകുന്നത്. എന്നു പറയുമ്പോൾ പാലിനെ മൃഗീയ വാസനകളിൽ നിന്ന് പരിണമിച്ച് സംജാതമാവുന്ന സ്നേഹം എന്നതും മൃഗീയത ഇല്ലാത്തതുമായി പരിഗണിക്കാനാവുന്നു. എന്നാൽ ഒരു ഹിംസ്ര ജന്തുവിൻ്റെയോ വളർത്തുമൃഗം എന്ന പോലെ മനുഷ്യ ജീവശേഷിയോട് അടുത്തു വരാത്തവയുടെയുമൊക്കെയോ പാലിന് പശുവിൻ്റെയും മറ്റും പാലിനുള്ള യോഗ്യത ഉണ്ടാവാൻ സാധ്യത കുറവാണ് താനും. അതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളുടെയും പാൽ സാത്വിക ആഹാരം എന്ന നിലയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുവെന്ന് വിചാരിക്കാനും കഴിയുന്നില്ല. ഒരു ഹിംസ്രജന്തു അതിൻ്റെ കുഞ്ഞിന് പകർന്നു നൽകുന്ന സ്നേഹവാത്സല്യങ്ങളുടെ ദൃശ്യാവസ്ഥയാകുന്ന പാൽ വളർത്തൽ എന്ന പദ്ധതി ലക്ഷ്യമിടുന്ന ഊർജത്താൽ നിക്ഷിപ്തമാണെങ്കിലും ആ സ്നേഹത്തിൻ്റെയും പദ്ധതിയുടെയും പരിണതി എന്നത് ഹിംസ്രഭാവത്തിൻ്റെ വളർച്ചാവികാസ പൂർത്തീകരണം എന്നതാണ്. അതുകൊണ്ട് ഈ വിധത്തിൽപ്പെട്ട ജന്തുക്കളുടെ പാൽ സാത്വിക ആഹാരം എന്ന നിലയിൽ ഗുണപ്രദമായിരിക്കുകയില്ല. ഇത്തരത്തിൽ കാണാനാവുമ്പോൾ എല്ലാ വിധത്തിലുള്ള സ്നേഹവും സാഹചര്യവും അവസ്ഥയുമനുസരിച്ച് നന്മയാണെന്ന് പറയാൻ ആവാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും നിക്ഷിപ്താവസ്ഥകളുടെ കാരണമായ സങ്കല്പത്തെ വിവേചിച്ച് അറിഞ്ഞ് അതിൻ്റെ ലക്ഷ്യബോധമുള്ള ഉപയോഗം എന്നതായി യഥാർത്ഥ ഭക്ഷണരീതിയെ തിരിച്ചറിയേണ്ടിയുമിരിക്കുന്നു. ഭക്ഷണത്തിൻ്റെ പ്രത്യേകത എന്നതുപോലെ തന്നെ അതോടൊപ്പം സൂക്ഷിക്കേണ്ടുന്ന ശുചിത്വത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണബോധത്തോടെ കാണുമ്പോൾ ശുചിത്വം എന്നത് കേവലം ഒരു പരിഷ്കാരമോ ആരോഗ്യ സംരക്ഷണമോ ആവുന്നില്ല.
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം എന്ന നിലയിൽ മനസ്സിന്റെയും ജീവന്റെയും സദ്ഗുണങ്ങളെ പോഷിപ്പിക്കുന്ന എന്തും ശുചിത്വവും അല്ലാത്തത് ശുചിത്വമില്ലായ്കയുമായി വരുന്നു. വിസർജ്യങ്ങളും മറ്റ് മാലിന്യങ്ങളും തുടങ്ങി ജീവന് യോജ്യമല്ലാത്ത എന്തും ആഹാരത്തോടൊത്തോ ചുറ്റുപാടുകളിലോ ഉണ്ടാവുക എന്നത് യഥാർത്ഥത്തിൽ ഉള്ളതും ഉണ്ടാവേണ്ടതുമായ മനസ്സിന്റെയും ജീവന്റെയും യോഗ്യതയെയാണ് കളങ്കപ്പെടുത്തുന്നത്. അപ്രകാരമുള്ള സാഹചര്യം തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നുവെന്നത് വിവേകരാഹിത്യമുള്ള സമൂഹത്തിന്റെ ലക്ഷണമായി വരുന്നു. പലർക്കും ശുചിത്വബോധം എന്നത് ജീവവാസനയ്ക്കൊത്ത ഭക്ഷണത്തിന്റെ രുചിയിൽപ്പെട്ട് മുങ്ങിപ്പോവുന്ന തരമുള്ള താൽപ്പര്യങ്ങൾ മാത്രമായിരിക്കുകയും ചെയ്യുന്നു. ജീവൻ അഗ്നിയിൽ നിന്നുണ്ടായതും അഗ്നിയോടെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലമാക്കപ്പെടുന്ന അവസ്ഥാവിശേഷവും ആയതുകൊണ്ട് ജീവന് വളരുന്നതിനും വികാസം പ്രാപിക്കുന്നതിനും തീർത്തും ശുദ്ധമായ സാഹചര്യങ്ങളിൽ നിർമ്മിക്കുന്ന ഭക്ഷണം തന്നെ ആവശ്യമായി വരുന്നു. എല്ലാ തരത്തിലുമുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അണുരൂപമായ എന്തിൻ്റെയെങ്കിലും സംഭരിത ശേഷിയിൽ നിന്ന് പുറപ്പെടുന്നതാകയാൽ അഴുക്കിൻ്റെയും ദുഷിച്ച വെള്ളത്തിൻ്റെയുമൊക്കെ രൂപത്തിലുള്ള സങ്കല്പ നിക്ഷിപ്തതകൾ ആഹാരം എന്ന ശുദ്ധമായ കാരണോർജത്തോടൊപ്പം പ്രവർത്തിച്ച് ഭക്ഷിക്കുന്ന ജീവനെ അഴുക്കാക്കുന്നു. അഴുക്ക് എന്ന് പറയുന്ന ഈ അവസ്ഥയിലും ജീവിച്ച് കർമ്മങ്ങൾ മുഖേന പരിണാമത്തിലൂടെ ജന്മാന്തരങ്ങൾ കടന്നു വന്ന ജീവൻ അതിൻ്റെ പ്രാകൃതകാലത്തിൻ്റെ ശുചിത്വരാഹിത്യത്തിലൂടെ സഞ്ചരിച്ച് അത്രയും പുറകോട്ടു പോകുന്നു എന്ന് വരുന്നു. ശുചിത്വബോധമില്ലാത്ത അഥവാ ജീവശേഷി വികാസത്തിന് വേണ്ടുന്ന ശുദ്ധമായ കാരണോർജത്തിന്റെ ഭൗതികമായ അവസ്ഥകളെക്കുറിച്ച് നിശ്ചയമില്ലാത്ത ജീവസമൂഹം ശുചിത്വബോധമുള്ള സമൂഹത്തിന് സ്വാഭാവികമായി ലഭ്യമാവുന്നതും വികസിക്കുന്നതുമായ ബുദ്ധിവൈഭവത്തിനും ചിന്താശേഷിക്കും ഒത്ത കാര്യശേഷിക്കും കീഴ്പ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഈ ഗതികേടിനെ തരണം ചെയ്യുന്നതിനും ഓരോ ജീവനും തെളിച്ചമുള്ളതാവുന്നതിനും വേണ്ടി എല്ലാ മനുഷ്യർക്കും ആവശ്യമായിരിക്കുന്ന പരമാവധി ശുചിത്വം എന്ന പ്രപഞ്ചത്തിന്റെ കാരണസൂക്ഷ്മോർജം എന്ന തെളിച്ചം അനുഭവപ്പെടുത്തുക എന്നത് സമൂഹത്തിന്റെയും ഭരണത്തിന്റെയും ചുമതലയായി തീരുന്നു. ഇത് യാതൊരു വിധമായ വിട്ടുവീഴ്ചയും അർഹിക്കാത്ത സാമൂഹിക നിയമമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള അറിവ് വരുന്നതിനൊത്ത് മനുഷ്യനെ സ്വന്തം ജീവൻ എന്താണെന്നും അത് എന്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അറിയിക്കുന്ന പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇത്തരമൊരു സാമൂഹികമായ ഔന്നത്യം സംജാതമാക്കുന്നതിൻ്റെ പ്രധാന കർമ്മം ആഹരിക്കൽ എന്ന നിരന്തര പ്രവർത്തനത്തിൻ്റെ ശുദ്ധിയിലൂടെ മാത്രം വലിയൊരളവോളം സാധിച്ചെടുക്കാനുമാവുന്നു. എല്ലാം സങ്കല്പം എന്ന ഊർജവും സങ്കല്പത്തിൻ്റെ പരിണതികളും ആയതുകൊണ്ട് ആഹാരം പാകം ചെയ്യുന്നിടത്തും വിളമ്പുന്നിടത്തും അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് മേൽ പോലും വന്നു വീഴുന്ന കർമ്മിക്കുന്നവരുടെ സങ്കല്പങ്ങൾ ഭക്ഷിക്കുന്നവരുടെ ജീവനെ നിയന്ത്രിക്കുന്ന വിവേക അവിവേകങ്ങളുടെ സ്രോതസ്സായിട്ട് വരുന്നു. ഇതുപ്രകാരം ഗുണസമ്പന്നരായ പാചകക്കാർ ഉന്നതമായ കർമ്മം ചെയ്യുന്ന വ്യക്തികൾ തന്നെയായി വരുന്നു. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ തന്നെ നിർണയിക്കുന്ന പാചകം എന്ന കർമ്മത്തിന്റെ നിലവാരവും പാചകക്കാരന്റെ മഹത്വവും കണ്ടറിയുക എന്നത് പാകപ്പെടുത്തുന്ന രീതി, രുചി, വൃത്തി, താൽപ്പര്യങ്ങൾ മുതലായ ലക്ഷ്യങ്ങളെ വിലയിരുത്തി സാധ്യമാവുന്നതുമാണ്. ജീവൻ എന്ന അതീവ സങ്കീർണമായ പ്രവർത്തന വിശേഷത്തിൽ നിന്ന് മാത്രം നിർമ്മിതമാവുന്നതാണ് ഭക്ഷണം എന്നതുകൊണ്ട് ആ അവസ്ഥയെ വിശപ്പടക്കലിനുള്ള സംഗതി എന്നതിനേക്കാൾ പ്രകൃതിയുടെ അതിവിശിഷ്ടമായ ദൃശ്യരൂപം എന്നതായി കാണാനാവുന്നു. ഇത്തരം ഒരു വിശിഷ്ടാവസ്ഥയെ വിവേകരഹിതമായി ഉപയോഗിക്കുന്നു എന്നത് ജീവന്റെ അധമമായ അവസ്ഥയുടെയും അറിവുകുറവിന്റെയും ലക്ഷണമായി മാത്രം പരിഗണിക്കേണ്ടിയും വരുന്നു. പ്രകൃതി നിരന്തരമായി പ്രവർത്തിച്ച് ജീവൻ ആയിത്തീർന്നതുപോലെ തന്നെ
ജീവൻ നിരന്തരമായി ഭക്ഷിച്ച് പൂർണ്ണതയും വീണ്ടും പ്രകൃതിശേഷിയുമായി തീരുന്നതിന് വേണ്ടുന്ന ദൃശ്യരൂപത്തിലുള്ള ഒരേ ഒരു ഊർജദായകാവസ്ഥയാണ് ഭക്ഷണം എന്നതിൽ നിന്ന് മുൻപറഞ്ഞ യാഥാർത്ഥ്യം ബോധ്യപ്പെടാനുമാവുന്നു. ഭക്ഷണം എന്ന കേവല ബോധ്യത്തിൽ വരുന്ന ഇപ്രകാരം ഒരു കാരണോർജാവസ്ഥ നിർമ്മിതമാവുന്നതിനു വേണ്ടി സൗരയൂഥ ആരംഭം മുതൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഊർജത്തിന്റെ അളവും പ്രവർത്തനത്തിന്റെ വൈപുല്യവും എത്രയെന്ന് കണ്ടെത്താൻ തന്നെ വിഷമമായിരിക്കും. ഭക്ഷണം എന്ന ഓരോ അണുവിലും പ്രാപഞ്ചികമായ പ്രവർത്തന നൈരന്തര്യ നിമിത്തം നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനക്ഷമത എത്രമാത്രം സൂക്ഷ്മതരമായ അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളുന്നുവെന്ന് മനസ്സിലാവുമ്പോൾ ഭക്ഷിച്ച് ഊർജം നേടുന്ന മനുഷ്യൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമായി എത്രമാത്രം ശ്രദ്ധയോടെ വ്യാപരിക്കേണ്ടതാണെന്നുള്ളത് അതീവ ശ്രദ്ധയോടെ കണ്ടെത്തേണ്ടതും പ്രവർത്തനത്തിൽ എത്തിക്കേണ്ടതുമാണ്. തികച്ചും സാധാരണവും അത്യന്തം ലളിതവും എന്ന് പറയാവുന്ന ഭക്ഷിക്കൽ എന്ന തുടർ പ്രവർത്തനത്തിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കി പ്രവർത്തിക്കാനാവുമെന്ന് വരുന്നത് തന്നെ ലോകത്തിന്റെ മൊത്തമായ ഐശ്വര്യവും സമാധാനവും നേട്ടങ്ങളും ആയിത്തീരുകയും ചെയ്യും.